കേരളത്തിലെ ബി.ജെ.പി. ഘടകം കോഴിക്കോട് ജില്ലയിലെ കീനാലൂരിൽ എയിംസ് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഈ എയിംസിൻ്റെ ഒരു പേപ്പർ വർക്കുകൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഫൈനൽ അപ്രൂവൽ ആവാത്തതേ ഉള്ളൂ. അതായത് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള നിരവധി കത്തിടപാടുകൾ വേണ്ടത്. ഏറ്റവും അവസാനത്തെ പ്രപ്പോസൽ ധനമന്ത്രാലയത്തിനാണ് കൊടുത്തിട്ടുള്ളത്. നിർമ്മലാ സീതാരാമൻ്റെ മന്ത്രാലയത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചത് പ്രകാരം ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ, ബാലുശ്ശേരിക്കടുത്തുള്ള കിനാലൂരിൽ 150 ഏക്കർ ഭൂമി മുമ്പ്, അത് 2009 VS-ൻ്റെ കാലത്ത് എളമരങ്കരി മന്ത്രിയായിരുന്നപ്പോൾ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി എടുത്ത ഭൂമിയാണ്. 150 ഏക്കർ ഭൂമിയുണ്ട്. ഞങ്ങൾ 100 ഏക്കർ കൂടി, 200 ഏക്കർ മതി, 100 ഏക്കർ കൂടി ഞങ്ങൾ ഏറ്റെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഫൈനൽ അപ്രൂവൽ ലഭിക്കുന്നതോടെ അതിനുള്ള വിജ്ഞാപനം ഇറങ്ങുമെന്ന് അറിയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ആകെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെന്നാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു. കേരളത്തിലെ എയിംസ് പ്രഖ്യാപിക്കുക എന്നുള്ളത്. അത് പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലൊരു എയിംസ് വരുന്നതിന് ബി.ജെ.പി. സർക്കാർ മടിക്കുന്നത്? എന്തുകൊണ്ട് അത് അനുവദിക്കുന്നില്ല എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, കേരളത്തിലെ ബി.ജെ.പി. ഘടകം കോഴിക്കോട് ജില്ലയിലെ കീനാലൂരിൽ എയിംസ് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു ലോക്സഭാ സീറ്റ് നോക്കുകയാണെങ്കിൽ, കോഴിക്കോട് ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത്, ഈ വടകര ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വോട്ട് കുറഞ്ഞ 2 സീറ്റുകളാണ്. നമ്മൾ ഈ തവണത്തെ ഇലക്ഷൻ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. ഏറ്റവും വോട്ട് ശതമാനം കുറഞ്ഞ ലോക്സഭാ സീറ്റുകളിൽ പെട്ടൊന്നാണ് ഒന്ന് വടകരയും ഒന്ന് കോഴിക്കോടും. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്നൊരു എയിംസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുക? ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കാൻ പോകുന്നുണ്ടോ? അവിടുത്തെ ഏതെങ്കിലും പഞ്ചായത്തുകൾ ബി.ജെ.പി. ജയിക്കാൻ പോകുന്നുണ്ടോ? ഇനി വടകര ആ മേഖലയിൽ എവിടെയും ജയിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ബി.ജെ.പിക്ക് ഒരു തരത്തിലും രാഷ്ട്രീയ നേട്ടം എയിംസ് അവിടെ കൊണ്ടുവന്നിട്ടില്ല.